ഹായ് ഹലോ അസ്സാം വലൈക്കും. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റിലുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ വരുന്ന ക്രിസ്മസ് ആഘോഷമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്ലം കേക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കിയാലോ. അതിനു മുമ്പ് ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കേക്കിലേക്ക് പ്രധാനമായിട്ടും വേണ്ടത് കുറച്ച് നട്ട്സുകളും ഡ്രൈ ഫ്രൂട്ട്സുകളുമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളതൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 6 ഈത്തപ്പഴവും കുറച്ച് ചെറീസും പിന്നെ ടൂട്ടി ഫ്രൂട്ടി പല നിറത്തിലുള്ളതാണ് കേട്ടോ, മിക്സ്ഡ് ആണ്, അത് കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ കറുത്ത മുന്തിരിയും കുറച്ച് ബദാമും കുറച്ച് അണ്ടിപ്പരിപ്പും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഇനി ഇവയെല്ലാം കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ഇതാ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണ് കേട്ടോ ഞാനിവിടെ കട്ട് ചെയ്തത്. ഇനി ഇവ ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഇതിലേക്ക് വേണ്ട പഞ്ചസാരയൊന്ന് പൊടിച്ചെടുക്കണം. ഒരു 1/2 കപ്പ് അളവിൽ പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ചെറിയൊരു കഷ്ണം കറുവപ്പട്ടയും ഒരു തക്കോലത്തിൻ്റെ ചെറിയൊരു കഷ്ണവും 2 ഗ്രാമ്പൂവും 2 ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കായ ഇതുപോലെ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ കുരു മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അങ്ങനെ പഞ്ചസാരയും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതും ഇവിടെ ഒന്ന് മാറ്റി വെക്കാം. ഇനി വേണ്ടത് ഇതിലേക്കുള്ള പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് അളവിലാണ് ഞാനിവിടെ പഞ്ചസാര എടുത്തിട്ടുള്ളത്. അതൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിൽ വെച്ച് വേണം ഇത് കാരമൽ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. പിന്നെ ഈ ടൈമിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഈ കാരമലിൻ്റെ ഈ ഒരു നിറം ഉണ്ടല്ലോ, ബ്ലാക്ക് കളർ ആവരുത് കേട്ടോ. അങ്ങനെ ആയാൽ നമ്മുടെ കേക്കിനൊരു കയ്പ്പ് രസമാവും വരിക. അപ്പോൾ ഈ ഒരു നിറത്തിലാവുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിൽ വെള്ളം പാരുന്ന ടൈമിൽ ഇത് കട്ട കുത്തി നിൽക്കാനൊക്കെ സാധ്യത ഉണ്ട് കേട്ടോ പഞ്ചസാര. അപ്പോൾ ഇങ്ങനെ തിളപ്പിക്കുന്ന ടൈമിൽ അതൊക്കെ ഒന്ന് ഉരുകി വരും. അങ്ങനെ ഇതും ഇവിടെ തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഒരു കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് 2-3 പ്രാവശ്യം അരിപ്പയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. കട്ടകളൊന്നുമില്ലാതെ നല്ലതുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് 2-3 പ്രാവശ്യം അരിച്ചെടുക്കുന്നത്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അടുത്തതായിട്ട് മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് സാധാരണ നമ്മുടെ നാടൻ മുട്ടയാണ്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു മുട്ടയാണെങ്കിൽ 3 എണ്ണം മതിയാവും. ഇനി ഇതൊരു ബൗളിലേക്ക് പൊട്ടിച്ച് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഏകദേശം ഒരു പകുതിയോളം ബീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയൊക്കെ നന്നായിട്ട് ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് 1 മിനിറ്റ് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മൈദാമാവ് കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. പെട്ടെന്നൊന്ന് കുത്തി ഇളക്കരുത് കേട്ടോ, സാവധാനത്തിൽ വേണം ഇത് മിക്സാക്കി കൊടുക്കാൻ. അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് മിക്സാക്കി എടുക്കാം. എല്ലാം മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അത് ഒരു ബൗളിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. ഇനി ഒരു ഓറഞ്ച് തൊലി കളഞ്ഞിട്ട് അതിൻ്റെ പകുതി എടുത്തിട്ട് അതിൻ്റെ നീരൊന്ന് എടുക്കണം കേട്ടോ. അതും കൂടി ഈ ഫ്രൂട്ട്സിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇത് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ചില പ്ലം കേക്കൊക്കെ കഴിക്കുമ്പോൾ അതിന് ചെറുതായിട്ടൊരു പുളിപ്പ് രസം ഉണ്ടാവാറുണ്ടല്ലോ.
അപ്പോൾ അതുണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ ഓറഞ്ച് നീര് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അവയെല്ലാം കൂടി നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള ഈ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അവയും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിന് ശേഷം പഞ്ചസാര കാരമൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് റെഡിയാക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കുക. താഴെ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചാലും മതി കേട്ടോ. ഞാനിവിടെ അതില്ലാത്തത് കൊണ്ട് A4 ഷീറ്റിൽ കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി കുക്കറിലാണ് ഞാൻ ഈ കേക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം കേക്കിൻ്റെ ബാറ്റർ മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ്. അതിന് മുകളിലായിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ആ ടൈമിൽ ഇതിൻ്റെ വെയിറ്റ് കൂടി ഊരി വെക്കാൻ മറക്കരുത് കേട്ടോ. ഒരു ഫ്രൈ പാന് 5 മിനിറ്റോളം അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ ഈ കുക്കർ വെക്കേണ്ടത്. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ബേക്ക് ചെയ്തെടുക്കാൻ. എനിക്കൊരു 3/4 മണിക്കൂറോളമാണ് കേട്ടോ ഇതിന് വേണ്ടി ആയത്. അപ്പോൾ 3/4 മണിക്കൂറിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ അതാ നമ്മുടെ കേക്ക് നന്നായിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വെടിവെച്ച് കൊടുത്തിട്ട് നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് ഈ കേക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഒത്തിരി ഫ്രൂട്ട്സുകളും നട്ട്സുകളൊക്കെ ഇട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു കേക്ക് നമ്മുടെ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്ന ഒരു കേക്ക് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും നമുക്ക് ഈ പ്ലം കേക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഇതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് തലേന്ന് ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേന്ന് കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാവും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി അടുത്ത പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.